എല്ലാവർക്കും PK ലേണിംഗ്സിന്റെ മലയാളം വൊക്കാബുലറി സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തൂലികാനാമങ്ങളുടെ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്ക് ഭാഗം 1 പ്ലേലിസ്റ്റിൽ നിന്ന് കാണാവുന്നതാണ്. ആറ്റൂർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന പ്രശസ്തനായ കവിയാണ് ആറ്റൂർ കൃഷ്ണ പിഷാരടി. സംസ്കൃത പണ്ഡിതനായ ഇദ്ദേഹം കവി, എഴുത്തുകാരൻ, നാടകകൃത്ത് എന്നിങ്ങനെയെല്ലാം പ്രസിദ്ധനാണ്. അദ്ദേഹത്തിന്റെ പ്രധാന സംഭാവനയാണ് സംഗീത ചന്ദ്രിക എന്ന കൃതി. ഇടശ്ശേരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. കവി, നാടകകൃത്ത് എന്നിങ്ങനെ അദ്ദേഹം പ്രസിദ്ധനാണ്. ശക്തിയുടെ കവി എന്നും അറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് KK നീലകണ്ഠനാണ്. ഒരു എഴുത്തുകാരൻ എന്നതിലുപരി അദ്ദേഹം പക്ഷിശാസ്ത്രജ്ഞൻ എന്ന നിലയിലാണ് പ്രസിദ്ധൻ. ഇദ്ദേഹം രചിച്ച 1958 പ്രസിദ്ധീകരിക്കുന്ന കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തെ മലയാള ഭാഷയുടെ ഒരു ക്ലാസിക് ആയിട്ടാണ് കരുതപ്പെടുന്നത്. അടുത്തതാണ് EV എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന EV കൃഷ്ണപിള്ള. കഥാകൃത്ത്, പത്രാധിപർ എന്നിങ്ങനെ എല്ലാം പ്രസിദ്ധനായ ഇദ്ദേഹം തിരുവിതാംകൂറിലെ ശ്രീമൂലം പോപ്പുലർ അസംബ്ലിയിലെ അംഗം കൂടി ആയിരുന്നു. EV കൃഷ്ണപിള്ളയുടെ ആത്മകഥ നമ്മൾ ആത്മകഥകൾ പഠിക്കുന്ന ആ ഒരു സീരീസിലെ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ അത് ഓർമ്മയുള്ളവര് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യും. അടുത്തത് ഇളംകുളം എന്ന തൂലികാനാമത്തിൽ പ്രസിദ്ധനായ ഇളംകുളം കുഞ്ഞൻ പിള്ളയാണ്. ഒരു സാഹിത്യകാരൻ എന്നതിലുപരി ഒരു ചരിത്രകാരൻ എന്ന നിലയിലാണ് ഇദ്ദേഹം പ്രസിദ്ധൻ. ഉണ്ണുനീലി സന്ദേശത്തിന്റെ വ്യാഖ്യാനം പ്രസിദ്ധീകരിച്ച് ഇദ്ദേഹം ഒരു ശ്രദ്ധ നേടുന്നതിലൂടെ ഒരു ചരിത്ര ഗവേഷകൻ എന്ന രീതിയിൽ അദ്ദേഹം അറിയപ്പെടുകയാണ്. ഇതിനുശേഷം ഉണ്ണുനീലി സന്ദേശം ചരിത്ര ദൃഷ്ടിയിൽ കൂടി എന്ന കൃതി രചിക്കുകയും ശേഷം ജന്മിസമ്പ്രദായം കേരളം 5ഉം 6ഉം നൂറ്റാണ്ടുകളിൽ തുടങ്ങിയ ചരിത്ര പ്രാധാന്യമുള്ള ഗ്രന്ഥങ്ങൾ ഇദ്ദേഹത്തിന്റെ സംഭാവനയായി കേരളത്തിന് നൽകി. ഉണ്ണുനീലി സന്ദേശം, ഭോഗ സന്ദേശം, നളചരിതം, ആട്ടക്കഥ, ലീലാതിലകം എന്നീ ഗ്രന്ഥങ്ങളുടെ പഠനങ്ങൾ ഉൾപ്പെടുന്ന സാഹിത്യകൃതികളും അദ്ദേഹത്തിന്റെ സംഭാവനകളാണ്. അടുത്താണ് ഇടമറുക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ജോസഫ് ഇടമറുക്. പത്രപ്രവർത്തകൻ, യുക്തിവാദി, എഴുത്തുകാരൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ ജോസഫ് ഇടമറുക് മതം, തത്വചിന്ത മുതലായ വിഷയങ്ങളെ അധികരിച്ച് 170-ലധികം കൃതികളുടെ രചയിതാവ് കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കൊടുങ്കാറ്റുയർത്തിയ കാലം എന്നത്. ഈ പുസ്തകത്തിന് 1999 കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചു. അടുത്തതാണ് ഇടപ്പള്ളി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ള. കവി എന്ന നിലയിൽ പ്രസിദ്ധനായ ഇദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ രചനകളാണ് മണിനാഥം, തുഷാരഹാരം, ഹൃദയസ്മിതം തുടങ്ങിയവ. എനിക്ക് പാട്ടുപാടുവാൻ ആഗ്രഹമുണ്ട്, എന്റെ മുരളി തകർന്നു പോയി, കൂപ്പുകൈ. ഇത് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ആത്മഹത്യാക്കുറിപ്പിലെ ഉപസംഹരിക്കുന്ന വരിയാണ്. ഇടപ്പള്ളിയുടെ മരണം ഉളവാക്കിയ വേദനയിൽ ചങ്ങമ്പുഴ തകർന്ന മുരളി എന്ന ഒരു ലഘു വിലാപകാവ്യം എഴുതുകയുണ്ടായി. ഇടപ്പള്ളിയുടെ സുഹൃത്തായ ചങ്ങമ്പുഴ പിന്നീട് കുറെ കൂടെ വിശാലവും വിഷാദാത്മകവുമായ പശ്ചാത്തലത്തിൽ രമണൻ എന്ന പ്രണയകാവ്യം എഴുതിയത്. അടുത്ത തൂലികാനാമമാണ് ഉറൂബ് എന്നത്. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത് എന്നിങ്ങനെ പ്രസിദ്ധനായ ഉറൂബിന്റെ യഥാർത്ഥ നാമം KC കുട്ടിക്കൃഷ്ണൻ എന്നതാണ്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ രചനയാണ് സുന്ദരികളും സുന്ദരന്മാരും. മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഈ രചനയ്ക്ക് 1960 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അടുത്ത തൂലികാനാമമാണ് ഒളപ്പമണ്ണ എന്നത്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് എന്നാണ്. ഒളപ്പമണ്ണ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വഴിയുണ്ടായില്ല, പക്ഷെ 6-ാം തമ്പുരാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതിരിക്കാം അല്ലെ. 6-ാം തമ്പുരാനിലെ ആ ഒരു മന ഒളപ്പമണ്ണയുടെ അഥവാ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിന്റെ ഇല്ലമാണ്. കവി എന്ന നിലയിൽ പ്രശസ്തനായ ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കൃതികളാണ് വീണ, കൽപ്പന, അശരീരികൾ, കിലുങ്ങുന്ന കയ്യാമം തുടങ്ങിയവ.